പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, അവിടുന്ന് ഓരോരുത്തരുടെയും സഹായകനാണ്. സത്യസന്ധമായി നല്ല പ്രാർത്ഥനയും ദൈവവിചാരത്തോടെ ദൈവഭക്തിയോടെ ജീവിക്കുന്നവരെ കർത്താവ് സംരക്ഷിക്കും. അല്ലേ? നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, പല നീതിമാന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിൽ പല വിധത്തിലുള്ള രോഗങ്ങളും പീഡകളും അസ്വസ്ഥതകളും അതുപോലെ പാൻഡമിക്കുകൾ അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഒത്തിരിയേറെ ആളുകൾ അല്ലെങ്കിൽ എന്താ പറയുക, പല വിധത്തിൽ മരണത്തിലൂടെ കടന്നു പോകും, അപകട കാരണങ്ങളുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് എത്തി ജീവിക്കാൻ നമ്മളോട് കർത്താവ് പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: സത്യസന്ധമായി ദൈവഭക്തിയോടും നീതിയോടും കൂടി ജീവിക്കുക. 2 പത്രോസ് 2-ാം അധ്യായം 5-ാമത്തെ ലിഖിതം, 2 Peter chapter 2 verse 5. ദുഷ്ടന്മാരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെയും മറ്റേഴ് പേരോടും കൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് 7 പേരോടുകൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഷ്ടതയും അതുപോലെ പൈശാചികതയും അന്ധകാരവും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ഞാൻ നീതിയോടെ ജീവിച്ചാൽ, ദൈവഭക്തിയിൽ ജീവിച്ചാൽ, ദൈവവചനമനുസരിച്ച് ജീവിച്ചാൽ അവിടുന്ന് നമ്മളെ കാത്തു സൂക്ഷിക്കും. അതാണ് ഇന്ന് കർത്താവ് നൽകുന്ന ഉറപ്പ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ ഈ വചനത്തിന് പിന്നിൽ എഴുതിയിടുന്ന എല്ലാ കമൻറ്റുകളും കർത്താവ് കാണട്ടെ. ആ കമൻറ്റുകൾ നിങ്ങൾക്ക് സാക്ഷ്യങ്ങളായി സിഗിയോൻ ധ്യാനകേന്ദ്രത്തിലോ മറ്റ് ധ്യാനത്തിലോ വന്ന് പറയാൻ തക്ക വിധത്തിൽ ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.